അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. എന്നുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് എന്താ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്ത് നല്ല രസം ഉണ്ടായിരുന്നു, മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം പുറത്തിരുന്ന് പിന്നെ ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓല ആരും ചോറ് കൊണ്ടുപോകണില്ലായിരുന്നു. പിന്നെ സിനിമകൾക്കൊന്നും ഉച്ച വരെയുള്ള പരീക്ഷയല്ലേ, അപ്പോൾ ഒന്ന് ഉച്ച വരെക്കുള്ളൂ. അപ്പോൾ ആർക്കും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച നൂലപ്പം ചിക്കൻ കറിയും കൂടെ രാവിലത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതായി പെട്ടെന്ന് രാവിലത്തെ കഴിച്ച് വെച്ചിട്ട് പോവാമല്ലോ, എന്നാൽ പിന്നെ വൈകുന്നേരം വന്നാൽ മതിയല്ലോ എന്ന് കരുതി. പിന്നെ സിനിമകൾ കോട്ടക്കലാണ് കേട്ടോ പഠിച്ചത്. അതുകൊണ്ട് ഓൾക്ക് എളുപ്പമാണ്, നമ്മളെ വീട്ടിലേക്ക് കോട്ടക്കത്തെ വീട്ടിൽ വരാൻ എളുപ്പമാണ്. ഇവിടേക്കാണ് കുറച്ച് ദൂരമുള്ളത്. അപ്പോൾ ഉച്ചക്ക് അങ്ങനെ അങ്ങോട്ട് വരും. അപ്പോൾ ഞാനിതാ ഇതൊക്കെ എളുപ്പം കഴിച്ച് വെച്ച് ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ല ചായയും കടയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് പോവുകയാണ്. കോട്ടക്ക പോയി പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ ഇരിക്കണം ശരിയല്ലല്ലോ, അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്ലോഡ് ആക്കൽ അവിടെ പോയിട്ടാണ്. പിന്നെ കുറച്ചും കൂടെ വീഡിയോ പോകുമ്പോൾ എടുക്കാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കൽ അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെ അല്ലെങ്കിൽ രാവിലത്തെ സംഭവങ്ങളൊക്കെ എളുപ്പം കഴിയും. എന്നാലും പിന്നെന്താ പറയുക, അടുക്കളയിലെ മാത്രമല്ല കയ്യുള്ളൂ, ബാക്കി മൊത്തം ഇങ്ങനെ എന്താ പറയുക മെല്ലെ എടുത്താൽ മതിയല്ലോ, നമുക്ക് ഉച്ചാകുമ്പോഴത്തേന് തീർന്നാൽ മതിയല്ലോ പണിയെന്നൊക്കെ കരുതും. എന്തെങ്കിലും ചെടികൾ വെക്കാനുണ്ടോ അങ്ങനത്തെ പരിപാടി, അതേമാതിരി വീട്ടിൽ പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ തന്നെ അടുക്കൽ തുടക്കൽ കഴുകലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കലും എല്ലാം തീരും കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു 9 മണിയാകുമ്പോഴത്തേന് ഞാൻ പോയി. ഓലൊക്കെ ഞാൻ കാക്കാൻ്റെ ഒപ്പം പോയിട്ടാ. കാക്കാക്ക് കോട്ടക്കലാണ് പണിയുള്ളത്. അപ്പോൾ കാക്കാൻ്റെ ഒപ്പം ഞാൻ പോയി. ബാക്കി എല്ലാവരും സ്കൂൾക്കും ഓഫീസിലും ഒക്കെ പോയി. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ പോണ വൈക്കുന്ന ഞാൻ കുറച്ച് വീഡിയോ എടുത്താണ്. എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയും വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കൊണ്ടീന്ന് പറയും. അപ്പോൾ വീട്ടിൽ പോവുകയാണ്. കോട്ടക്കലെത്തിയിട്ടാ. പിന്നെന്താ പറയുക, അധികം ദൂരമൊന്നുമില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കോട്ടയ്ക്ക് എത്തി തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയും വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുത്ത് അയക്കൊണ്ടിടീന്ന് പറയും. പക്ഷേ ഒരു മലേഷ്യയിലാണ് കേട്ടോ, അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ എൻ്റെ അളാപ്പയുടെ വീടാണ്, ഇത് തറവാടാണ്, പഴയ വീടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിക്കണമെന്ന് തോന്നുന്നു. അല്ല എന്താ ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കണേ? ഗേറ്റ് പൊട്ടട്ടെ. ഇതമ്മ ഗേറ്റ് പൊട്ടിച്ചണേ. ഗേറ്റ് പൊട്ടിച്ചണമ്മാ. ചച്ചോ വടി എടുത്തിട്ട് വാടാ. നോക്ക് കുറുമ്പന്. ഇത് വരുന്നുണ്ട് അങ്ങാടിക്ക് സൈക്കിൾ വാങ്ങാൻ വരുന്നുണ്ടാ? അതിന് മോനെ ആ വടി എടുത്തിട്ട് വാ. അപ്പോൾ അതാ നമുക്ക് അകത്തേക്ക് കയറുന്ന മുന്നേ ചെടികളൊക്കെ ഒന്ന് കാണാം. ഇമ്മച്ചിൻ്റെ പോലെയാണ് കേട്ടോ, നിറച്ച്. ഇമ്മച്ചിൻ്റെ പോലെയല്ല, ഞാൻ ഇമ്മച്ചിൻ്റെ പോലെയാണ്. പിന്നെന്താ പറയുക, അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളും അതേപോലെ കൃഷിയൊക്കെ. ഉള്ള സ്ഥലത്ത് ഇമ്മ ഫുള്ളായിട്ട് എല്ലാം ഉണ്ടാക്കിയിരിക്കണം. പച്ചക്കറിയൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എന്താ പറയുക, അധികം ഇപ്പം അമ്മക്ക് നിൽക്കലില്ല. അമ്മക്ക് ഓരോരോ സീസണാണ് കേട്ടോ. ഉമ്മക്ക് ചിലപ്പം അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, തൊപ്പി തുന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുന്നും. അപ്പോൾ ചിലപ്പം കൃഷിമൊക്കെ അങ്ങോട്ട് ഇറങ്ങൂട്ടാ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ഉള്ള സ്ഥലത്ത് ഇതാ വാഴ ഉണ്ട്. ഇതാ പിന്നെ എന്താ പറയുക, കറിവേപ്പില വലിയ മരമായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞ. ബൊഗൈൻവില്ല എല്ലാ കളറും ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ള സ്ഥലത്ത് മഞ്ഞൾ, കുരുമുളക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം എന്നല്ല, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇപ്പം എന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.